നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരുന്നു. എന്തുകൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ വീണ്ടും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന, എത്ര തന്നെ മനോവിഷമം ഉള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി വിജയമാണ്. ഇനി എല്ലാ വിധത്തിലുള്ള ലാഭം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിലുള്ള പലവിധ കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സമൃദ്ധി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ ദിനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പലപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഇനി ലഭിക്കാൻ പോകുന്ന സുവർണാവസരം എന്ന് പറയുന്നത് ജീവിതത്തിൽ വെച്ചരി കയറ്റമാണ്. ഉയർച്ച എന്നത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ കൈവശം ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി, പണം ഒഴുകിയെത്തുന്ന, കയ്യിൽ ധാരാളം പണം വന്നു ചേരുന്ന ഒരവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എത്ര തന്നെ മോശപ്പെട്ട അവസ്ഥയിൽ കഷ്ടകാലം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം നേട്ടത്തിലേക്ക് കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ, കടബാധ്യതകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ, പണമില്ലാത്ത സാഹചര്യങ്ങൾ, നല്ലൊരു ജോലി ലഭിക്കാത്ത അവസരങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ ഇനിയാണ് ഇവരുടെ യഥാർത്ഥ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവന്നിരുന്നത് പല ദുഃഖങ്ങളും ദുരിതങ്ങളും, മാനസിക വ്യതകൾ, മനസ്സിന് ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നു. സാമ്പത്തിക പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട് അത് മാനസിക സമ്മർദ്ദം, മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ മിന്നുന്ന വിജയം, ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രാജകീയമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും തൊഴിൽ ഇടത്തിൽ തൊഴിൽപരമായിട്ട് ജോലി സംബന്ധമായിട്ടുണ്ടായിരുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറും. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ എത്തിച്ചേരുന്നതിനും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ അതൊക്കെ രമ്യമായി പരിഹരിക്കുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നല്ല രീതിയിൽ ഊഷ്മളമായി കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും സമ്മാനമായി ലഭിക്കുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾക്ക് മാറും. തൊഴിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകൾ, താൽക്കാലിക ജോലി പോലും ലഭിക്കാതെ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ അവരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള അവസരം. അത് എല്ലാവർക്കുമല്ല, ചില ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. അതിൽ ചില വ്യക്തികൾക്ക് അവർ
സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ തോതിലുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, രോഗദുരിതങ്ങൾ, ചികിത്സകളൊക്കെ അവലംബിക്കുന്ന ആളുകളാണെങ്കിൽ ആ രോഗബാധിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അവർ മുക്തിയാകുന്നു. തുടർന്ന് തന്നെ രോഗം പൂർണ്ണമായി ഭേദമാകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനും നല്ല മുഹൂർത്തങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശത്രുദോഷം, ശത്രുതാപരമായി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്നുള്ള മോചനമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരുമായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒഴിവാക്കുക, കടം കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒന്നിച്ചേരുന്നു. അധിക ചെലവ് വരാതെ നോക്കുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ അവരുടെ മുന്നിലുണ്ടാകും. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഐശ്വര്യം വാരി വിതറാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള കഷ്ടതകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള ഒരു സമയം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് വളരെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. പലവിധ തടസ്സങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ സമയം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ പല സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം പാലിക്കുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ കൂട്ടുകെട്ട്, സുഹൃത്തുക്കൾ, സൗഹൃദം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. അനാവശ്യമായി സാമ്പത്തിക ചൂഷണത്തിൽ പെടാതിരിക്കുക. അതോടൊപ്പം തന്നെ അംഗീകാരം, പ്രശസ്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് കുടുംബപരമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നടക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ കാര്യത്തിൽ ഒക്കെ താല്പര്യം ജനിക്കുകയും കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും ധാരാളം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യ ദിനങ്ങളുടെ ഉയർച്ച വന്നു ചേരുന്ന ഒട്ടേറെ സൽക്കർമ്മങ്ങളുടെ ഉയർന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ നല്ല ഭാഗ്യം, നല്ല സമയം തെളിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അത് ഗ്രാമക്ഷേത്രത്തിലാണെങ്കിലും കുടുംബക്ഷേത്രത്തിലാണെങ്കിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടേറെ സൽക്കർമ്മങ്ങൾ, നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമായി ഉണ്ടാകും. സാമ്പത്തിക ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങളും ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ സത്ഫലങ്ങൾ, നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ വാർത്തകൾ, നല്ല വാർത്തകൾ കേൾക്കുന്നതിനും നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നതിനും ജീവിതത്തിൽ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ല സമീപനം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരും. ലോട്ടറി ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. ഒരു ജോലിയിൽ പ്രൊമോഷനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് സാമ്പത്തിക ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഒട്ടേറെ മഹാഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു സമയം എന്ന് പറയുന്നത് നല്ല വിവാഹബന്ധത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ
ഒന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടത്തിലൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ബുദ്ധിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.